ഹാർബർ പള്ളി. ആ പള്ളിയുടെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതാണ് ഇവിടുത്തെ ചരിത്രമാണ് ഇവിടെ എഴുതി വെച്ചത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സഹാബിവരനായ മുഹമ്മദ് ബിൻ ഉമർ അൽ റിഖാബി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് ഒരു സംഘം സ്വഹാബാക്കൾ ഇസ്ലാമിക പ്രബോധനത്തിനായി കൊച്ചിയിലെത്തിയത്. തോപ്പുംപടി പുത്തിരിക്കാട് പള്ളിയിൽ, അതാണ് ഈ പള്ളി. അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്വഹാബി ഹിജ്റ 9 മരണപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനെ പിളർത്തി കാണിച്ച അമാനുഷികതയ്ക്ക് സാക്ഷിയായ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അമാനുഷികമായ ഒരു സംഭവം ചന്ദ്രനെ പിളർത്തി കാണിക്കുന്നതൊക്കെ. അപ്പോൾ ആ സംഭവത്തിന് സാക്ഷിയായ സ്വഹാബാക്കളാണ് മുഹമ്മദ് ബിൻ ഉമർ അൽ റിഖാബി റളിയല്ലാഹു അൻഹു അവിടത്തോടൊപ്പം കൊച്ചിയിലെത്തിയത്. ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റ് പ്രമുഖരായ 3 സ്വഹാബികളാണ് ഉംറത്ത് ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബാക്കളുടെ ഖബറുകൾ പുത്തിരിക്കാട് പള്ളിയുടെ തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്നു. അവിടെ നമ്മളിപ്പോൾ പോകുമ്പോൾ കാണും. ഇവർ പ്രവാചകനൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബാക്കളാണെന്നാണ് കരുതപ്പെടുന്നത്. ബദറുണ്ടല്ലോ, നമുക്കിന്ന് ഇസ്ലാം അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായി ഇന്നും ജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരാരാ? സ്വഹാബികളാണ്. അതന്നെ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളാണ്. ആ ബദറിൽ പങ്കെടുത്ത ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ ഇപ്പൊ പോണത്. മനസ്സിലായോ? പിന്നെ ഉള്ളത് സഹോദരങ്ങളാണ് ഈ സ്വഹാബാക്കൾ. കണ്ണൂരിലെ ശ്രീകണ്ഠപുരത്താണ് ഹബീബിന് ഹാത്തിം റളിയല്ലാഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിനായി മാലിക് ബിൻ ദീനാറും സംഘവും, നമ്മൾ പഠിച്ചല്ല, മാലിക് ബിൻ ദീനാറും സംഘവും കേരളത്തിലെത്തുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മേൽപ്പറഞ്ഞ സ്വഹാബാക്കൾ ഇസ്ലാം മത പ്രബോധനവുമായി കൊച്ചിയിലെത്തിയതാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. ഇവരുടെ മരണശേഷം സ്വഹാബാക്കളുടെ ഖബറിന് സമീപത്തായി പിന്നീട് പുത്തിരിക്കാട് ജുമാ മസ്ജിദ് നിർമ്മാണം നടത്തുകയായിരുന്നു. അപ്പോൾ ഈ പള്ളിയാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന പുത്തിരിക്കാട് ജുമാ മസ്ജിദ്. നമുക്ക് പുത്തിരിക്കാട് ജുമാ മസ്ജിദ് കാണാം. ഇതാണ് പുത്തിരിക്കാട് ജുമാ മസ്ജിദ്. അവിടെ അന്വേഷണം കൊണ്ടുള്ള സ്വഹാബികളാണ്. ഇവിടെ പുത്തിരിക്കാട് ജുമാ മസ്ജിദിന്റെ തെക്ക് ഭാഗത്ത് വടക്ക് ഭാഗത്ത് അന്വേഷണം കൊള്ളുന്ന മാന്മാർ സയ്യിദ് മുഹമ്മദ് ബിൻ ഉമൈർ റിഖാബി റളിയല്ലാഹു അൻഹു, സയ്യിദ് റിഫാഅത്ത് ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു, സയ്യിദ് അബ്ദുല്ലാഹി ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു, സയ്യിദ് ഉംറത്ത് ബിൻ ഹാത്തിം റളിയല്ലാഹു അൻഹു. അവരുടെ മക്ബറയാണ് ഇവിടെ. അപ്പോൾ നമുക്കൊന്ന് സലാം പറഞ്ഞ് വുദൂഅ് നമുക്ക് നിസ്കരിച്ചിട്ട് സിയാറത്ത് ചെയ്യാം കേട്ടോ. അവരുടെ മക്ബറയാണ് വരുന്നത്. അസ്സലാമു അലൈക്കും. എല്ലാവരും സലാം പറഞ്ഞില്ലേ? നമുക്കവിടെ നിസ്കരിച്ചിട്ട് ഇനി പള്ളിയുടെ അപ്പുറത്തെ വശത്തുണ്ട്.